നമസ്കാരം. ഈ വരുന്ന ജനുവരി 17-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിനം തന്നെയാണ്. പുതിയ ഗവർണർ വിശ്വനാഥ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം അന്നാണ് കേരള നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. വർഷാരംഭത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് നിയമസഭ തുടങ്ങുന്നത്. എന്നാൽ സർക്കാരുമായി നിരന്തരം കലഹത്തിലായിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഇപ്പോൾ കേരളത്തിലെ പുതിയ ഗവർണറായി ചുമതലയേറ്റിയിരിക്കുന്ന ആർലേക്കറാണ് ഇനി പുതുവർഷത്തിൽ നയപ്രഖ്യാപനത്തോടു കൂടി സഭ ആരംഭിക്കേണ്ടത്. എന്നാൽ ഇവിടെയാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധം മറനീക്കി പുറത്തു വരാൻ പോകുന്നത്. RSSകാരനായ കടുത്ത RSS വിശ്വാസിയായ BJPയുടെ മന്ത്രിയായിരുന്ന ആൾ തന്നെയാണ് ആർലേക്കർ. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയൻ ഉണ്ടാക്കിയിരുന്ന തലവേദനയുടെ 100 ഇരട്ടി തലവേദനയായിരിക്കും ആർലേക്കറിൽ നിന്നുണ്ടാകാൻ പോകുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പിടിച്ചതിലും വലുതാണ് അളയിലിരുന്നത് എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന് വലിയ കീറാമുട്ടികൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അവസരത്തിൽ കേന്ദ്രം ചില കണക്കുകൂട്ടലുകളോട് കൂടി തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ആർലേക്കറെ കേരളത്തിലെ ഗവർണറായി അയച്ചിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും BJPക്ക് 3-4 സീറ്റോ എങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ആർലേക്കറെ ഗവർണർ പദവിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഗവർണർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പദവിയല്ല, അതൊരു ഭരണഘടനാ പദവിയാണെങ്കിൽ പോലും കൃത്യമായ ചില കാര്യങ്ങൾ ഗവർണർക്ക് ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ദൗത്യം ഏൽപ്പിച്ചിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ആർലേക്കറെ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പിണറായി വിജയന്റെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയദേവാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ അതിനിശിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറായിരിക്കുന്നത്. ഇത് തത്വത്തിൽ കഴിഞ്ഞ മന്ത്രിസഭ അംഗീകരിക്കുകയും ഉണ്ടായി. ഇതിന്റെ കരട് രൂപം ഗവർണർക്ക് അയച്ചു കൊടുക്കും എന്നുള്ളതാണ് ശരിയായ കീഴ്വഴക്കം. എന്നാൽ ഗവർണർ ഇത് പൂർണ്ണമായും വായിക്കണോ ഇല്ലയോ എന്നുള്ളത് ഗവർണറിന്റെ സമ്പൂർണ്ണമായ വിവേചന അധികാരം തന്നെയാണ്. മുൻപും ഗവർണർമാർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ ഖണ്ഡികയും അവസാന ഖണ്ഡികയും മാത്രം വായിച്ച് നയപ്രഖ്യാപനം പൂർത്തിയാക്കിയ വേളകളുണ്ട്. ചരിത്രത്തിൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന് കാണും. 1.2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം തന്റെ നയപ്രഖ്യാപന സമരം പൂർത്തിയാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഗവർണർ 2.4 മിനിറ്റ് മാത്രമാണ് ആ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ അന്ന് ഡയസിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ദേശീയ ഗാനം അടക്കമുള്ള ചടങ്ങുകൾക്ക് അദ്ദേഹം 2.4 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം അന്ന് ഡയസിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ കേരള ചരിത്രത്തിൽ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന് കാണാം. എന്നാൽ വിശ്വനാഥ് ആർലേക്കർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ആദ്യ ദിനത്തിൽ തന്നെ ആർലേക്കർ തന്റെ നയം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള ആളുകളിൽ പലരെയും തലസ്ഥാനത്ത് നിന്ന് നീക്കി സംസ്ഥാനത്തിന് താല്പര്യമുള്ള ചില ആളുകളെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു ആർലേക്കർ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി തന്നെ ഇത്തരത്തിൽ തന്റെ കൃത്യമായ നടപടിക്രമങ്ങൾ അറിയിച്ചത്. അതിനെ തുടർന്ന് ADGPയെയും വിളിച്ചു വരുത്തി തന്റെ സുരക്ഷാ വിഭാഗത്തിൽ ആരൊക്കെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അവർ തന്നെ നിലനിർത്തിയാൽ മതി എന്ന് കൃത്യമായ താക്കീത് നൽകുക ചെയ്തതോടുകൂടി ആർലേക്കർ പിണറായി വിജയന്റെ അടുത്ത്, അതായത് പുതിയ ഗവർണറായ ആർലേക്കർ പിണറായി വിജയൻ സർക്കാരിനോട് പുലർത്താൻ പോകുന്ന നയം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത്. വയനാട്ടിലെ പ്രകൃതി ദുരന്തം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിൽ തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവസ്വവും തകർന്ന ആളുകളോട് കാണിക്കാത്ത അലിവ് കേന്ദ്ര സർക്കാർ മറ്റേതെങ്കിലും കാര്യത്തിൽ കാണിക്കും എന്ന് തോന്നുന്നില്ല എന്ന തരത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗം അക്ഷരാർത്ഥത്തിൽ കേന്ദ്രത്തെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ അല്ലെങ്കിൽ BJPയുടെ RSSന്റെ കടുത്ത ആരാധകനും വിശ്വാസിയുമായ ആർലേക്കർ
ഒരു കാരണവശാലും ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കും എന്ന് കരുതാൻ സാധിക്കില്ല. എന്നാൽ ഗവർണർ നയപ്രഖ്യാപന സമരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചാൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി തന്നെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി വായിച്ചില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായും നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കാൻ സാധിക്കും. എന്നാൽ ആർലേക്കർ ഇനി തുടരുന്ന നാളുകളിൽ എങ്ങനെയായിരിക്കും പിണറായി വിജയനോടുള്ള സമീപനം എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം ADGPയെയും ചീഫ് സെക്രട്ടറിയെയും എല്ലാം വിളിച്ചു വരുത്തി നൽകിയ താക്കീതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വരുന്ന ജനുവരി 17-ാം തീയതി പിണറായി വിജയൻ സർക്കാരിന്റെ നിർണായകമായ ദിനം തന്നെയാണ് വരുന്നത്. ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഏത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും അത് കലാശിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.